നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് റിലേഷന്റെ ടോപ്പിക് മെയിൻസ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആവും കാര്യങ്ങൾ അല്ലേ. അതിലൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കോഡഡ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് വേറൊന്നുമല്ല, നമുക്ക് ഇത്രയും നേരം നമുക്ക് സെന്റൻസുകളിൽ തന്ന പോയിന്റ്സ് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് സെന്റൻസുകളായിട്ട് എ ഈസ് ദ ഫാദർ ഓഫ് ബി അല്ലെങ്കിൽ ബി ഈസ് ദ സിസ്റ്റർ ഓഫ് സി എന്നുള്ള സെന്റൻസുകൾ ഇതുപോലെ ഡയറക്റ്റ് നമുക്ക് സെന്റൻസ് തരാതെ അവരെന്ത് ചെയ്യുക, ചില കോഡുകളിലേക്ക് മാറ്റുക, ചില സിമ്പലുകൾ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുക എന്നാണ് അതിന് പറയാം അല്ലേ. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ എ ഹാഷ് ബി എന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പം ഇതെന്താണ് മീൻ ചെയ്യുന്നത്, ചിലപ്പോൾ എന്താ എ ഈസ് ദ ഫാദർ ഓഫ് ബി ആവാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ സെന്റൻസിനെയും മറ്റു കോഡുകളിലേക്ക് കൊണ്ടുപോവുക. ഇതിനാണ് കോഡഡ് ബ്ലഡ് റിലേഷൻ എന്ന് പറയാം. ഏറ്റവും എളുപ്പമുള്ള ഒരു കേസാണ്, അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ്. മെയിൻസ് എക്സാമിന് കണ്ടു കഴിഞ്ഞാൽ എക്സാമിന് ഒരു 5 മാർക്കിന് വരെ, പ്രത്യേകിച്ച് ക്ലറിക്കൽ മെയിൻസിന് 5 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്, സ്ഥിരമായിട്ട് വന്നുകൊണ്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ്. അതിൽ നിങ്ങൾ നോക്കുക, നമുക്ക് ആ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടാവും, അത് റിലേറ്റ് ചെയ്ത് നമ്മുടെ ഒരു ഫാമിലി ട്രീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, സിമ്പിൾസും ആളുകളുടെ പേരും യൂസ് ചെയ്തിട്ട്. അത് വെച്ചിട്ട് നമ്മൾ സാധാരണ പോലെ ഫാമിലി ട്രീ വരച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഓരോ സിമ്പലും ഏത് റിലേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മുകളിൽ തന്നിട്ടുണ്ടോ. അത് കൃത്യമായിട്ട് നോക്കുക, ഏതാണ് ഏതൊക്കെ സിമ്പൽ ഏതൊക്കെ റിലേഷനാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, ഫാമിലി ട്രീ വരയ്ക്കുക, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ, എളുപ്പമാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോഡഡ് ബ്ലഡ് റിലേഷന്റെ 5 സെന്റൻസുകൾ അല്ലെ, 5 എക്സ്പ്രഷൻസ് ഉണ്ട്. അതായത് ഓരോ സിമ്പലുകളെയും മീനിങ് തുടക്കം തന്നെ തന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? എ ഹാഷ് ബി മീൻസ് എ ഈസ് സൺ ഓഫ് ബി അല്ലെ. അപ്പം എ ഹാഷ് ബി മീൻ ചെയ്യുന്നത് എന്താണ്? എ ഈസ് എ സൺ ഓഫ് ബി. അപ്പൊ നിങ്ങൾക്ക് പി ഹാഷ് ക്യൂ എന്നുള്ള ഒരു എക്സ്പ്രഷൻ കൊടുത്താൽ അവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? പി ഈസ് എ സൺ ഓഫ് ക്യൂ അല്ലെ. അത് വരയ്ക്കാൻ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് ആ ഫാമിലി ട്രീ വരച്ചു തുടങ്ങാം. അങ്ങനെ $A മീൻസ് എന്താണ്? എ ഈസ് എ വൈഫ് ഓഫ് ബി. A*B means A is the sister of B. A@B means A is the brother of B. And A and B means A is the father of B. ഓരോ സിമ്പലും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നോക്കുക, A ഹാഷ് B മീൻസ് A is the son of B അല്ലേ. A is the son of B, AB. ആ ഒരു ഓർഡർ അവിടെ കറക്റ്റ് ആണ്. ചില ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, എ ഹാഷ് ബി മീൻസ് ബി ഈസ് ദ സൺ ഓഫ് എ എന്നുള്ള രീതിയിൽ തിരിച്ചു തരാം. ഓക്കെ, ചിലപ്പം മുഴുവൻ എ ബി എന്നുള്ള ഓർഡറിലായിരിക്കും, ചിലപ്പോൾ മുഴുവൻ ബി എ എന്നുള്ള ഓർഡറിലായിരിക്കും. ചില ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, 1-2 എ ബിയും മറ്റേത് ബി എ എന്നുള്ള ഓർഡറിലേക്ക് മാറ്റാം. ഇത് ആദ്യം തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തണം. എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എന്താണ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം, ഏതിലെങ്കിലും ചേഞ്ച് ഉണ്ടോ, ഈ കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, സിമ്പിൾ നോക്കും, നടുക്ക് കൊടുത്ത റിലേഷൻ നോക്കിയിട്ട് പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്താ, എല്ലാ റിലേഷനും തിരിഞ്ഞു പോകും അല്ലേ. സോ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈഫ് ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് അല്ലേ, എ ഹാഷ് ബി. അപ്പൊ നമുക്ക് വരയ്ക്കാം എ ഹാഷ് ബി. മോള് കൊടുക്കുന്നത് എന്താ, എ ഹാഷ് ബി മീൻസ് എന്താ, എ ഈസ് ദ സൺ ഓഫ് ബി. അപ്പൊ നമുക്ക് വരയ്ക്കാനോ, എ ഈസ് ദ സൺ ഓഫ് ബി. $B അപ്പൊ നോക്കാം, $A എന്താ കൊടുത്തത്, എ ഈസ് ദ വൈഫ് ഓഫ് ബി. അപ്പം $C എന്താ, ബി ഈസ് എ വൈഫ് ഓഫ് സി അല്ലെ. ബി ഈസ് എ വൈഫ് ഓഫ് സി. C@D. അപ്പൊ A@B മീൻസ് A is a brother of B. അപ്പൊ C@D മീൻസ് C is a brother of D അല്ലെ. C is a brother of D. D and E മീൻസ് എന്താ, A and B മീൻസ് A is a father of B. അപ്പൊ D and E മീൻസ് എന്താ, D is a father of E. D is a father of E അല്ലെ. ഇവിടെ ഈയുടെ ജെൻഡർ എന്താണെന്ന് നമുക്കറിയില്ല അല്ലെ. ചോദിച്ചെന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ E is the sister of C. കറക്റ്റ് ആണോ? E is the sister of C അല്ലല്ലോ, ട്രൂ അല്ല. C is an aunt of A. C is an aunt of A. C എന്ന് പറയുന്ന ആള് എയുടെ ഓണ്ടാണോ? അല്ലല്ലോ. അടുത്തത് D is a brother-in-law of B. D is a brother-in-law of B. കറക്റ്റ് അല്ലേ. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ C അല്ലേ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോ ദാറ്റ്
R is a daughter-in-law of S. R is a daughter-in-law of S അല്ലേ? അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുക. നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് താഴെ നമുക്ക് 4 എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് ഓപ്ഷൻസിൽ അല്ലേ? അതിൽ ഏത് റിലേഷൻ ആണ് അല്ലെങ്കിൽ തന്നിട്ടുള്ള ഏത് എക്സ്പ്രഷൻ ആണ് പ്രകാരമാണ് ആർ ഈസ് എ ഡോട്ടർ ഇൻ ലോ ഓഫ് എസ്, ആർ എസിന്റെ ഡോട്ടർ ഇൻ ലോ ആണെന്ന് കാണിക്കുന്ന ഏത് ഓപ്ഷൻ ആണുള്ളതെന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 4 ഓപ്ഷനും വരയ്ക്കേണ്ടി വരും. അതിനു മുന്നേ ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണം. ഏതെങ്കിലും ഓപ്ഷൻ വരയ്ക്കാതെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. ആർ ഈസ് ദ ഡോട്ടർ ഇൻ ലോ ഓഫ് എസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആർ ഈസ് എ ഫീമെയിൽ അല്ലേ? അപ്പം ജസ്റ്റ് ആ ഓപ്ഷനിലൂടെയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ ആറ് ഫീമെയിൽ അല്ല എന്ന് പറയുന്ന ഏതെങ്കിലും സിമ്പിൾസ് വരുന്ന കേസ് ഉണ്ടോ നോക്കിയാൽ അത് നമ്മൾ പിന്നെ ചെയ്യണ്ട. ഫസ്റ്റ് ഓപ്ഷനില് ആറ് സ്റ്റാർ ടി വന്നിട്ടുണ്ട് അല്ലെ? ആറ് സ്റ്റാർ ടി. അപ്പൊ എ സ്റ്റാർ ബി മീൻസ് ഈസ് എ സിസ്റ്റർ ഓഫ് ബി. അപ്പൊ ആർ സ്റ്റാർ ടി മീൻസ് ആർ ഈസ് എ സിസ്റ്റർ അല്ലെ? സോ ആ ഒരു കേസിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അടുത്തത് ആർ ആൻഡ് ടി. ഓപ്ഷൻ ബിയിൽ ആർ ആൻഡ് ടി എന്ന് കാണാം. എ ആൻഡ് ബി മീൻസ് എ ഈസ് ദ ഫാദർ ഓഫ് ബി എന്നുണ്ട്. സോ ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സിന്റെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാം ആർ ആൻഡ് ക്യൂ, അവിടെയും മെയിൽ ആയിട്ടാണ് വരുന്നത് അല്ലെ? സോ ഓപ്ഷൻ സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഈ 2 ഓപ്ഷൻ നമ്മൾ ചെയ്യാണ്ട് തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാണ്. പിന്നെ ഉള്ളത് നമുക്ക് 2 ഓപ്ഷനാണ്, ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും. അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? വരച്ചു നോക്കിയാൽ മതി അല്ലെ? അപ്പൊ ഓപ്ഷൻ എ നോക്കാം. ക്യൂ ആൻഡ് ആർ. ക്യൂ ആൻഡ് ആർ മീൻസ് എന്താ? ക്യൂ ഈസ് എ ഫാദർ ഓഫ് ആർ അല്ലെ? ക്യൂ ഈസ് എ ഫാദർ ഓഫ് ആർ. R star T means R is a sister of T. R is a sister of T. T at P. P at B means A is the brother of B. But T at P means T is the brother of P. Alle? P hash U. P hash U means endana? A hash B means A is the son of B. But P hash U means P is the son of U. Alle? P is the son of U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഇയാളുടെ വൈഫ് ആയിരിക്കും അല്ലെ? ക്യൂയുടെ യു സ്റ്റാർ എസ്. യു ഈസ് എ സിസ്റ്റർ ഓഫ് എസ്. യു ഈസ് എ സിസ്റ്റർ ഓഫ് എസ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ പറഞ്ഞ പ്രകാരം ആർ ഈസ് എ ഡോട്ടർ ഇൻ ലോ ഓഫ് എസ് ആണ്. എസിന്റെ ഡോട്ടർ ഇൻ ലോ അല്ല അല്ലേ? അപ്പം ആറ് എസിന്റെ ഡോട്ടർ ഇൻ ലോ അല്ല. അപ്പൊ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. നൺ ഓഫ് ദിസ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഓപ്ഷൻ ഡി നോക്കേണ്ടതുണ്ട് അല്ലേ? അപ്പൊ ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് Q and R അല്ലേ? Q and R. Q is the father of R അല്ലേ? Q is the father of R. R dollar T. അപ്പൊ എന്താ? R dollar T dollar B means A is the wife of B അല്ലേ? അപ്പൊ R dollar T എന്താണ്? R is the wife of T അല്ലേ? ഇപ്പൊ T മെയിലാണ്. T at P. T at P means T is the brother of P അല്ലെ? T is the brother of P. P hash S. P hash S means എന്താ? P is a son of S അല്ലെ? P is a son of S. S and U. S and U means എന്താണ്? S is a father of U. S is a father of U. അപ്പൊ ഈ ഒരു കേസ് നോക്കാം. നമുക്ക് വേണ്ട റിലേഷൻ എന്തായിരുന്നു? ആർ ഈസ് ദ ഡോട്ടർ ഇൻ ലോ ഓഫ് എസ് അല്ലേ? ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ആർ എന്താണ്? എസിന്റെ സണ്ണാണ്. ടിയുടെ വൈഫാണ് ആർ. അപ്പൊ ആർ ഈസ് എ ഡോട്ടർ ഇൻ ലോ ഓഫ് എസ് അല്ലേ? അത് കറക്റ്റ് ആണല്ലോ ഇവിടെ. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ? ക്ലിയർ? നമുക്ക് ഈ കോഡഡ് ബ്ലഡ് റിലേഷനിൽ 2 രീതിയിലാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു എക്സ്പ്രഷൻ തരിക, അവിടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുക. രണ്ടാണെങ്കിലും എക്സ്പ്രഷൻസ് വരയ്ക്കുക, എന്നിട്ട് റിലേഷൻഷിപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്യുക അല്ലേ? അതുപോലെ നമുക്ക് വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ വരിക. അതായത് ഏതെങ്കിലും 2 പേര് തമ്മിലുള്ള റിലേഷൻസ് നമുക്ക് തരില്ല, സിമ്പിൾ അവർക്കിടയിൽ വരുന്ന സിമ്പിൾ നമുക്ക് തരില്ല. എന്നിട്ട് ക്വസ്റ്റ്യനിൽ ഒരു റിലേഷൻ തന്നിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സിമ്പല് കൊടുക്കണം എന്ന് ചോദിക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലും പൊതുവെ കോഡഡ് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്ക് പുതിയ സെറ്റ് നോക്കാം. അവിടെ സിമ്പൽസ് എ ആൻഡ് ബി മീൻസ് എ ഈസ് എ സൺ ഓഫ് ബി,
A plus B means A is the daughter of B. A divided by division B means A is the wife of B and A minus B means A is the father of B. ഇവിടെയും നമ്മുടെ ഓർഡർ കറക്റ്റ് ആണ്. എ ബി എന്ന് തന്നെയാണ് തന്നിട്ടുള്ളത്. അവിടെ ഒന്നും ചേഞ്ച് ഇല്ല. നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ടല്ലേ. So what will come in place of the question mark? To establish that M is the mother of J in the expression. അല്ലേ, എക്സ്പ്രഷൻ എന്താ? J plus K. അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട എക്സ്പ്രഷൻ ഇതാണ്, അല്ലെങ്കിൽ റിലേഷൻ ഇതാണ്. M is the mother of J, അല്ലെ? M Jയുടെ മദർ ആയിരിക്കണം. അപ്പം നമുക്ക് തന്ന എക്സ്പ്രഷൻ J plus K തന്നിട്ടുണ്ട്. എന്താ J plus K means? J is the daughter of K, അല്ലെ? J is the daughter of K. J is the daughter of K, അല്ലെ? അടുത്ത എന്താ? K minus L means K is the father of L, അല്ലെ? A minus B means A is the father of B ആണ്. അപ്പം K minus L means എന്താണ്? K is the father of L, അല്ലെ? K is the father of L, അതായത് L Jയുടെ സിബ്ലിംഗ് ആണ്. അടുത്തത് L ക്വസ്റ്റ്യൻ മാർക്ക് M ഉണ്ട്, അല്ലെ? L ക്വസ്റ്റ്യൻ മാർക്ക് M. L ഉം M ഉം തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചോദ്യം എന്താണ്? M is the mother of J ആണ്. Jയുടെ മദർ ആവണം M എങ്കിൽ M Kയുടെ വൈഫ് ആവണം, അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് വേണ്ട റിലേഷൻ വരേണ്ടത്. അതായത് M ഉം L തമ്മിലുള്ള റിലേഷൻ എന്താ? L M-ന്റെ കുട്ടിയാണ്, അല്ലെ? അല്ലെങ്കിൽ M L-ന്റെ എന്താണ്? മദർ ആണ്, അല്ലെ? അപ്പൊ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് സിമ്പൽ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? L ക്വസ്റ്റ്യൻ മാർക്ക് M എന്നാണ്, L ഡാഷ് M എന്നാണ് വന്നിട്ടുള്ളത്, അല്ലെ? ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, പ്ലസ് ആണ്, അല്ലെ? പ്ലസ് വന്നു കഴിഞ്ഞാൽ L പ്ലസ് M മീൻസ് എന്താണ്? L ഈസ് ദ ഡോട്ടർ ഓഫ് M. അത് കറക്റ്റ് ആണ്. ഫസ്റ്റ് സിമ്പിള് പ്ലസ് ഇവിടെ യൂസ് ചെയ്ത L ഈസ് ദ ഡോട്ടർ ഓഫ് M എന്നുള്ള ആൻസർ വരും, അല്ലെ? അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യരുത്. മറ്റു സിമ്പിൾ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ഇൻഡു വന്നിട്ടുണ്ട്, അല്ലെ? കാരണം മറ്റു റിലേഷനും ഇതിന് എന്താ ഇത് നടത്തി തരുന്ന രീതിയിലുള്ള, അല്ലെ? അതായത് L M-ന്റെ എന്താ പറയാ സണ്ണോ ഡോട്ടർ, അതായത് ചൈൽഡ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾസ് വേറെ ഉണ്ട്, അല്ലെ? അപ്പൊ എന്താ വന്നിട്ടുള്ള അടുത്ത സിമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഇൻഡു നോക്കുക. ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ L ഈസ് ദ സൺ ഓഫ് ബി വരിക, അല്ലെ? അതും ഓക്കെയാണ്. പക്ഷെ അപ്പൊ ഓപ്ഷൻ എയും ബിയും ഉണ്ട്. മൈനസ് വന്നു കഴിഞ്ഞാൽ L ഈസ് ദ ഫാദർ, നടക്കില്ലല്ലോ. ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ L ഈസ് ദ വൈഫ്, അതും ഇല്ല. അപ്പൊ ഓപ്ഷൻ എയും ബിയും നോക്കാം. അപ്പൊ ഓപ്ഷൻ ഇ ആൻസർ എന്താ? എയ്തർ എ ഓർ ബി, അല്ലെ? അതായത് പ്ലസും ഇൻഡുവും നമുക്ക് കറക്റ്റ് ആണ്. ഓക്കെ, നമുക്കപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following relations are true based upon the relations given in the question, അല്ലെ? അപ്പൊ നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ആ ഒരു എക്സ്പ്രഷൻ പ്രകാരം നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ള ഏത് റിലേഷൻ ആണ് ട്രൂ ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എക്സ്പ്രഷൻ നോക്കാൻ വരയ്ക്കാം, അല്ലെ? ഇപ്പൊ J ഡിവിഷൻ K ആണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? എന്താ? A is the wife of B എന്നാണ് A ഡിവിഷൻ B വന്നു കഴിഞ്ഞാൽ. അപ്പൊ J is the wife of K, അല്ലെ? J is the wife of K, അല്ല? അപ്പൊ K is a male, അല്ലെ? ഹസ്ബൻഡ് ആണ്. K into L എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? K into L means K is the son of L. K is the son of L. A into B means A is the son of B എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ K into L means K is the son of L. L minus M. അപ്പൊ A minus B means A is the father of B. അപ്പൊ L minus M means L is the father of M. L is the father of M എന്ന് പറഞ്ഞാൽ ഇയാളുടെ സിബ്ലിംഗ് ആണ് M, അല്ലെ? M plus N. A plus B means A is the daughter of B, അല്ലെ? അപ്പൊ M plus N means M is the daughter of N. M is the daughter of N എന്ന് പറഞ്ഞാൽ L-ന്റെ വൈഫ് ആയിരിക്കും N, അല്ലെ? ഓക്കെ ആണല്ലോ. നമുക്ക് എക്സ്പ്രഷൻ വരച്ചു. ഇനി നമുക്ക് ഏത് റിലേഷൻ ആണ് നോക്കാം. ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ K is the brother of N. K is the brother of N തെറ്റാണ്, അല്ലെ? ശരിയല്ല. അടുത്തത് J is the daughter in law of M. J M-ന്റെ ഡോട്ടർ ഇൻ ലോ ആണോ? അല്ല, അല്ലെ? അപ്പൊ അതുമല്ല. അടുത്ത ഓപ്ഷൻ നോക്കാം. J is the daughter in law of N. J is the daughter in law of N. നേരത്തെ ക്വസ്റ്റ്യനില് J ഡിവിഷൻ ബിയിൽ നമ്മൾ വൈഫ് എന്നായിരുന്നു നേരത്തെ പറഞ്ഞത്, അല്ലെ? അപ്പൊ നമ്മൾ ഒരു സിംഗിൾ ലൈൻ അല്ല, ഡബിൾ ലൈൻ ആണ് വേണ്ടത്. ഇപ്പൊ ഇവിടുത്തെ കേസിൽ എന്താ? J is the daughter in law of N എന്ന് പറയുമ്പോൾ കറക്റ്റ് ആണ്. J N-ന്റെ ഡോട്ടർ ഇൻ ലോ ആണ്, അല്ലെ? അടുത്ത ഓപ്ഷൻ N is the daughter of N. N is the daughter of N അല്ല. സോ ഓപ്ഷൻ സി ആണ് ആൻസർ, അല്ലെ? ഇപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് മീൻസ് എ ഈസ് എ നെഫ്യൂ ഓഫ് ബി. അപ്പൊ നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? റിലേഷൻ, രണ്ടുപേർക്കിടയിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഇതിൽ തന്നിട്ടുള്ള 4 എക്സ്പ്രഷനിൽ ഏതിലാണ്, അല്ലെങ്കിൽ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് എക്സ്പ്രഷനിലാണ് ഈ പറഞ്ഞ റിലേഷൻ കറക്റ്റ് ആയിട്ട് വരിക അല്ലേ? അതാണ് നോക്കേണ്ടത്. അപ്പൊ എ ഈസ് എ നെഫ്യൂ ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്താ? എ എന്ന് പറയുന്ന ആള് ഒരു മെയിൽ ആണെന്ന് അറിയാം അല്ലെ? നെഫ്യൂ ഓഫ് ബി ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള മുകളിൽ തന്നിട്ടുള്ള റിലേഷൻസ് നോക്കാം. പി മൈനസ് ക്യൂ മീൻസ് പി ഈസ് എ ഫാദർ ഓഫ് ക്യൂ. പി ഡിവിഷൻ ക്യൂ മീൻസ് പി ഈസ് എ സിസ്റ്റർ ഓഫ് ക്യൂ. പി ഇൻറ്റു ക്യൂ മീൻസ് പി ഈസ് എ മദർ ഓഫ് ക്യൂ. പി പ്ലസ് ക്യൂ മീൻസ് പി ഈസ് എ ബ്രദർ ഓഫ് ക്യൂ അല്ലേ? അപ്പം പി ക്യൂ ഓർഡറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ഈസ് എ നെഫ്യൂ ഓഫ് ബി എന്നാണ് വേണ്ടത്. എ പ്ലസ് ആണ് വരുന്നത്. അപ്പൊ എ ഈസ് എ ബ്രദർ. അപ്പൊ ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തതും എ പ്ലസ് എന്ന് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു കേസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അടുത്തത് എ ഡിവിഷൻ വരുന്നുണ്ട്. എ ഈസ് എ സിസ്റ്റർ എന്നുള്ള മീനിങ്ങിലാണ് വരിക അല്ലേ? അപ്പൊ ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സി എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എ ഡിവിഷൻ പിന്നെയും വരുന്നുണ്ട് അല്ലേ? ആ ഒരു കേസിൽ ഓപ്ഷൻ ഡിയും നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. സിയും ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു അല്ലേ? കാരണം എന്താ? ആ രണ്ട് എക്സ്പ്രഷൻ പ്രകാരം എ എന്താണ്? ഫീമെയിൽ ആണ്. നമുക്ക് എ ഈസ് എ നെഫ്യൂ ഓഫ് ബി എന്നാണ് കിട്ടേണ്ടത് അല്ലേ? അതായത് എ മെയിൽ ആയിരിക്കണം അല്ലേ? അപ്പം സിയും ഡിയും എലിമിനേറ്റ് ചെയ്തു. എയും ബിയും ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഓപ്ഷൻ എ എടുക്കാം. എ പ്ലസ് സി വിച്ച് ഓഫ് ദ ഫോളോയിങ് മീൻസ് എ ഈസ് എ നെഫ്യൂ ഓഫ് ബി അല്ലേ? അപ്പൊ എ പ്ലസ് സി എന്താ? എ ഈസ് എ ബ്രദർ ഓഫ് സി. അപ്പൊ എ ഈസ് എ ബ്രദർ ഓഫ് സി. സി മൈനസ് ബി മീൻസ് സി ഈസ് എ ഫാദർ ഓഫ് ക്യൂ വരും. ബി മൈനസ് ക്യൂ മീൻസ് ബി ഈസ് എ ഫാദർ ഓഫ് ക്യൂ. അപ്പൊ സി മൈനസ് ബി മീൻസ് സി ഈസ് എ ഫാദർ ഓഫ് ക്യൂ. സോറി, ക്യൂ അല്ല, ബി അല്ലെ? സി ഈസ് എ ഫാദർ ഓഫ് ബി. ബി ഇൻറ്റു കെ, ബി ഈസ് എ മദർ ഓഫ് കെ. ബി ഈസ് എ മദർ ഓഫ് കെ അല്ലെ? ബി ഈസ് എ മദർ ഓഫ് കെ. അപ്പൊ ഇവിടുത്തെ ഒരു കേസിൽ ബിയുടെ നെഫ്യൂ ആണോ? അല്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. നൺ ഓഫ് ദിസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. സോ എന്തായാലും ബിയും കൂടെ ചെക്ക് ചെയ്യണം അല്ലെ? ഓപ്ഷൻ ബിന്റെ കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ബി ഡിവിഷൻ എച്ച്. ബി ഈസ് എ സിസ്റ്റർ ഓഫ് എച്ച്. എച്ച് മൈനസ് എ എന്താണ്? എച്ച് ഈസ് എ ഫാദർ ഓഫ് എ അല്ലെ? എച്ച് ഈസ് എ ഫാദർ ഓഫ് എ. എ പ്ലസ് ഡി, എ ഈസ് എ ബ്രദർ ഓഫ് ഡി. എ ഈസ് എ ബ്രദർ ഓഫ് ഡി അല്ലെ? അപ്പൊ ഈ ഒരു കേസിൽ എന്താ? എ ഈസ് എ നെഫ്യൂ ഓഫ് ബി ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ് അല്ലെ? അപ്പൊ എ ഈസ് എ നെഫ്യൂ ഓഫ് ബി, അത് കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ? ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഈസ് ആർ റിലേറ്റഡ് ടു ബി ഇൻ ദ എക്സ്പ്രഷൻ ബി ഡിവിഷൻ സി മൈനസ് എസ് പ്ലസ് ആർ അല്ലെ? അപ്പൊ നമുക്ക് നോർമലി ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ? ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അത് വരയ്ക്കുക. അതിൽ നിന്ന് ഒരാളായിട്ട് ആറുമായിട്ട് ആറും ബിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പറയേണ്ടത് അല്ലെ? അപ്പൊ നോക്കാം. ബി ഡിവിഷൻ സി എന്താ? പി ഡിവിഷൻ ക്യൂ മീൻസ് എന്താ? പി ഈസ് എ സിസ്റ്റർ ഓഫ് ക്യൂ ആണ് അല്ലെ? അപ്പൊ ഇവിടെ ബി ഈസ് എ സിസ്റ്റർ ഓഫ് സി. സി മൈനസ് എസ്. പി മൈനസ് ക്യൂ മീൻസ് പി ഈസ് എ ഫാദർ ഓഫ് ക്യൂ ആണ്. സി മൈനസ് എസ് എന്താ? സി ഈസ് എ ഫാദർ ഓഫ് എസ് അല്ലേ? എസ് പ്ലസ് ആർ. എസ് പ്ലസ് ആർ മീൻസ് എന്താണ്? പി പ്ലസ് ക്യൂ മീൻസ് പി ഈസ് എ ബ്രദർ ഓഫ് ക്യൂ. അപ്പം എസ് പ്ലസ് ആർ മീൻസ് എസ് ഈസ് എ ബ്രദർ ഓഫ് ആർ അല്ലേ? ചോദിച്ചെന്താ? ഹൗ ഈസ് ആർ റിലേറ്റഡ് ടു ബി ഇൻ ദ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ആർ റിലേറ്റഡ് ടു ബി. ഈ ഒരു കേസില് ആറിന്റെ ജെൻഡർ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, ജെൻഡർ അറിയില്ല. ജെൻഡർ അറിയാത്തൊരു കേസില് എന്താ? കനോട്ട് ബി ഡിറ്റർമൈൻഡ് അല്ലേ? ഈ ഒരു കേസിൽ ഇപ്പൊ എന്താ? സിയുടെ ബിയുടെ ബ്രദറിന്റെ മക്കളാണ് എസും ആറും. അതായത് നീസും ആവാം നെഫ്യൂ ആവാം. ജെൻഡർ തരാത്തതുകൊണ്ട് തന്നെ എന്താണ് ആൻസർ? കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ് ആൻസർ വരിക അല്ലെ? അല്ലെങ്കിൽ either niece or nephew എന്ന് പറയാം. പക്ഷേ ഓപ്ഷൻ പ്രകാരം എന്താണ്? cannot be determined. നമുക്ക് അത് കണ്ടുപിടിക്കാനാവില്ല അല്ലേ? സോ cannot be determined ആണ് ആൻസർ. അപ്പൊ ഇത്രയൊക്കെയാണ് എന്ത് കോഡഡ് ബ്ലഡ് റിലേഷനിൽ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? സിമ്പിൾസ് എന്താണ് മീനിങ് കാര്യങ്ങൾ നോക്കുക, ഓർഡറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതിനനുസരിച്ച് ചെയ്തു പോവുക. വേറെ സംഭവങ്ങളൊന്നും ഇല്ല, എളുപ്പമാണ്.